ഇന്ന് ചെറിയ പെരുന്നാളാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റിപ്പോർട്ടറിന്റെ പെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ പങ്കുവയ്ക്കലിന്റെ ആഘോഷമാണ്. മതമോ ജാതിയോ നോക്കാതെ നമ്മൾ കേരളീയർ ചെറിയ പെരുന്നാൾ ഒരുമിച്ച് ആഘോഷിക്കുന്നവരാണ്. മനസ്സിനെ മതിൽ കെട്ടി മറയ്ക്കാത്ത അയൽപ്പക്കങ്ങൾക്കിടയിൽ സ്നേഹവും ഭക്ഷണവും പരസ്പരം പങ്കുവയ്ക്കുന്ന ആഘോഷദിനം. പെരുന്നാളിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ പലപ്പോഴും ഒരുമിച്ചിരുന്ന് നോമ്പ് മുറിച്ച ദിവസങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതുന്നില്ലേ? ഇത് നമ്മുടെ കേരളമാണ്. ഒരു മാസം നീണ്ടുനിന്ന വ്രതശുദ്ധിയിലൂടെ നേടിയെടുത്ത ക്ഷമയും അച്ചടക്കവുമാണ് പെരുന്നാളിൻ്റെ യഥാർത്ഥ മാധുര്യം. നമ്മുടെ പക്കലുള്ളത് എന്തു തന്നെയാണെങ്കിലും അത് മറ്റുള്ളവർക്ക് നൽകുമ്പോഴാണ് ആഘോഷങ്ങൾ അർത്ഥപൂർണമാകുന്നത്. ഒരാളും വിശന്നിരിക്കരുത് എന്ന വിശാല മാനവിക സന്ദേശമാണ് പെരുന്നാൾ മുന്നോട്ട് വയ്ക്കുന്നത്. വിശപ്പിൻ്റെ വിലയറിഞ്ഞവർക്ക് മാത്രമേ അന്നത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയൂ. ആ തിരിച്ചറിവാണ് പെരുന്നാളിൻ്റെ അന്തസത്ത. ശത്രുതയും അകൽച്ചയും മറന്ന് പരസ്പരം ആലിംഗനം ചെയ്യാനും സ്നേഹം പങ്കുവയ്ക്കാനും ഈ സുദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശരീരത്തെക്കാൾ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചതിൻ്റെ ആഹ്ലാദമാണ് ഈദുൽ ഫിത്തർ. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ, നോമ്പ് നോൽക്കുന്നവരെന്നോ നോമ്പ് നോൽക്കാത്തവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന ദിനമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഐശ്വര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഈദുൽ ഫിത്തർ ആശംസിക്കുന്നു. കെയറിംഗ് ഈസ് ഷെയറിംഗ് എന്നതാണ് ഈദുൽ ഫിത്തറിലൂടെ ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ട പാഠം. നിങ്ങൾ കഴിഞ്ഞു വന്ന ദിവസങ്ങളിലെ വിശപ്പ് നിങ്ങളുടെ മാത്രമല്ല, മറ്റുള്ളൊരു മനുഷ്യനുണ്ടാകാൻ സാധ്യതയുള്ള വികാരമാണെന്ന തിരിച്ചറിവാണ്.